Good morning to all of you. Dear students, welcome to 20th session of our subject English for Communication. Today we are going to cover the fourth module. It's having only one core text and the heading of the core text is a newspaper story. A newspaper in the katha ennalladana. It is written by O. Henry. William Sidney Porter, known by his pen name O. Henry, is an American writer. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്റർ ആയിരുന്നു. ഒ ഹെൻറി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പെൻ നെയിം ആയിരുന്നു. വില്യം സിഡ്നി പോർട്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നത്. ഈ ഷോർട്ട് സ്റ്റോറീസ് ആർ വെൽ നോൺ ഫോർ ഇറ്റ്സ് വിറ്റ്, വേർഡ് പ്ലേ, വാം ക്യാരക്ടറൈസേഷൻ ആൻഡ് സർപ്രൈസ് എൻഡിങ്സ്. ഇൻ ദിസ് സ്റ്റോറി ഒ ഹെൻറി നറേറ്റ്സ് ദ ജേർണി ഓഫ് എ ന്യൂസ് പേപ്പർ ദാറ്റ് മീറ്റ്സ് ഡിഫറെൻറ്റ് പീപ്പിൾ. ന്യൂസ് പേപ്പർ അതിൻ്റെ ജേണിയിലൂടെ, യാത്രയിൽ പല ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കഥയാണ് ഇത്. ന്യൂ വേർഡ്സ്, പുതിയ വേർഡുകളൊന്ന് പരിചയപ്പെടാം. കോർപ്പറൽ മീൻസ് ഫിസിക്കൽ, ശാരീരികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനാണ് കോർപ്പറൽ എന്ന് പറയുന്നത്. നൊട്ടോറിയസ്, ഇൻഫേമസ്, കുപ്രസിദ്ധി നേടിയ. പ്രസിദ്ധി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നൊട്ടോറിയസ്, ക്രിമിനൽ എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. എൻഹാൻസ്, ആഡഡ് ടു, ആഡഡ് ആവുക, കൂട്ടിച്ചേർക്കുക, എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പെനിറ്റൻറ്റ്, റിഗ്രറ്റ്, ക്ഷമാപണം, ക്ഷമ ചോദിക്കുന്നതിന്. ഹഗാർഡ്, എക്സോസ്റ്റഡ്, ക്ഷീണിതനായ. ബഗ്ഗി, കാരേജ്, വണ്ടി. ഡിസ്ഹെവൽഡ്, അൺടൈഡി, വൃത്തി കുറഞ്ഞ, വൃത്തിഹീനമായ എന്നൊക്കെ അർത്ഥം വരും. സ്റ്റാൾവാർഡ്, സ്ട്രോങ് ആൻഡ് സ്റ്റേർഡി. ഫോർട്ടിഫൈഡ്, ഇൻക്രീസ് ദ ക്വാളിറ്റി. ഫോർട്ടിഫൈഡ് ആട്ട എന്നുള്ള നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഫോർട്ടിഫൈ എന്ന് പറയുന്നത്. ഇൻജീനിയസ്, ബ്രില്യൻറ്റ്, സ്പീഷ്യസ്, അപ്പീലിംഗ്. ആർബിട്രേഷൻ, മീഡിയേഷൻ, മധ്യസ്ഥത. സബ്റ്റിൽ, ഡിഫിക്കൾട്ട്, സെക്ലൂഡഡ്, ലോൺലി, ഒറ്റപ്പെട്ട. സ്കോളസ്റ്റിക്, റിലേറ്റഡ് ടു സ്കൂൾ, സ്കൂളായിട്ട് ബന്ധപ്പെട്ടതിനെ സ്കോളസ്റ്റിക് എന്ന് പറയുന്നു. Now slowly we are moving towards the story. At 8 a.m., Leon Giuseppe's newsstand, the top newspaper still damp from the press, contained 3 editorials. ന്യൂസ്പേപ്പറിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ അറ്റ് 8 a.m. ലിയോൺ ഗുസേപ്പീസ് ന്യൂസ് സ്റ്റാൻഡ്. ഗുസേപ്പിയുടെ ന്യൂസ് സ്റ്റാൻഡിലാണ് അത് ഉള്ളത് രാവിലെ 8 മണിക്ക്. അതപ്പോൾ പ്രസ്സെന്ന് ഇറങ്ങിയ ഒരു വഴിക്കാണ്, വളരെ ഫ്രഷാണ്. ഇറ്റ് കണ്ടെയ്ൻ 3 എഡിറ്റോറിയൽസ്. അതിനകത്ത് 3 എഡിറ്റോറിയൽസ് ഉണ്ട്, കൂടാതെ കുറേ കോളംസും ഉണ്ട്. എഡിറ്റോറിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൺ വാസ് ഡയറക്റ്റഡ് ടു പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതിൽ ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഡയറക്ഷൻസ് ആയിരുന്നു പാരൻസിനും ടീച്ചേഴ്സിനും ഉള്ളത്. എഗെയിൻസ്റ്റ് ദ കോർപ്പറൽ പണിഷ്മെൻറ്റ് ഫോർ ചിൽഡ്രൻ, കുട്ടികളെ, വിദ്യാർത്ഥികളെ ഒക്കെ ഫിസിക്കലായിട്ട് പണിഷ്മെൻറ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ചില ഡയറക്ഷൻസ് ആയിരുന്നു പാരൻസിനും ടീച്ചേഴ്സിനുള്ളത് ഒരു എഡിറ്റോറിയൽ. അനദർ വാസ് അഡ്രസ്ഡ് ടു എ നൊട്ടോറിയസ് ലേബർ ലീഡർ ഹു വാസ് എബൌട്ട് ടു ഓർഗനൈസ് എ ട്രബിൾസം സ്ട്രൈക്ക്. മറ്റതൊന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നൊട്ടോറിയസ് ലേബർ ലീഡർ, കുപ്രസിദ്ധനായ ഒരു ലേബർ ലീഡർ, അദ്ദേഹം ഒരു സ്ട്രൈക്കിനൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് അദ്ദേഹത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിരുന്നു രണ്ടാമത്തെ എഡിറ്റോറിയൽ. മൂന്നാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ തേർഡ് വാസ് ആൻ എലോക്വന്റ് ഡിമാൻഡ് ദാറ്റ് ദ പോലീസ് ഫോഴ്സ് ബി അസിസ്റ്റഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് എഫിഷ്യൻസി. പോലീസ് ഫോഴ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നായിരുന്നു തേർഡ് എഡിറ്റോറിയൽ. Some other interesting columns included the heart-to-heart column, which dealt with queries from a young man. ഹൃദയവും ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു കോളം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു യങ് മാൻ്റെ ക്വയറീസ്, കുറച്ച് അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആവശ്യം? ഹി വാണ്ടഡ് ഐഡിയാസ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം വിൻ ഹിസ് ലേഡി ലവ്. അദ്ദേഹത്തിൻ്റെ ലവറിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു അതിനകത്ത് ഹാർട്ട് ടു ഹാർട്ട് കോളത്തിലുണ്ടായിരുന്നത്. Now, the beauty page gave some tips to a young lady to enhance her beauty. ബ്യൂട്ടി പേജ് എന്നുള്ളതിൽ കുറച്ച് ടിപ്സ് ഉണ്ടായിരുന്നു. കാരണം ഒരു ലേഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത് ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് കുറച്ച് ടിപ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. ബിസൈഡ്സ് ദീസ്, ഇതിനെല്ലാം പുറമെ അനദർ ഐറ്റം വാസ് എ ബ്രീഫ് പേഴ്സണൽ റണ്ണിങ് ദസ്. തികച്ചും പേഴ്സണൽ, വ്യക്തിപരം എന്നർത്ഥമുള്ള ഒരു കോളവും അവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്? ഡിയർ ജാക്ക്, forgive me, എനിക്ക് മാപ്പ് തരൂ. യു were റൈറ്റ്, നിങ്ങൾ ശരിയായിരുന്നു. മീറ്റ് മീ അറ്റ് മാഡിസൺ കോർണർ അറ്റ് 8:30 ദിസ് മോർണിംഗ്. എന്നെ രാവിലെ 8:30 മണിക്ക് മാഡിസൺ കോർണറിൽ വന്ന് കാണൂ. വി ലീവ് അറ്റ് noon, ഞങ്ങൾ ഉച്ചയ്ക്ക് സ്ഥലം വിടുകയാണ്. പെനിറ്റൻറ്റ്, മാപ്പ് എന്നും പറഞ്ഞുകൊണ്ട്. പെനിറ്റൻറ്റ് നമുക്ക് എന്താണ് അവിടെ അർത്ഥം കൊടുത്തോളാം പിന്നീട്. അറ്റ് 8 o'clock യങ് മാൻ വിത്ത് എ ഹഗാർഡ് ലുക്ക് ഡ്രോപ്പ്ഡ് എ പെന്നി. ക്ഷീണിതനായിട്ടുള്ള ഒരാൾ രാവിലെ 8 മണിക്ക് ഡ്രോപ്പ്ഡ് എ പെന്നി, ഒരു പെന്നി, പൈസ ഡ്രോപ്പ് ചെയ്തിട്ട്, ആൻഡ് പിക്ക്ഡ് അപ്പ് ദ ടോപ്പ് പേപ്പർ.
ആസ് ഹി പാസ് ഗുസേപ്പി സ്റ്റാൻഡ്. ഗുസേപ്പി സ്റ്റാൻഡിലൂടെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു പേപ്പർ പൈസ ഡ്രോപ്പ് ചെയ്ത് പേപ്പർ എടുത്ത് പോയി. അറ്റ് ദ നെക്സ്റ്റ് കോർണർ ഇറ്റ് ഫെൽ ഫ്രം ഹിസ് പോക്കറ്റ്. അടുത്ത കോർണർ എത്തിയപ്പോൾ ആ പേപ്പർ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും താഴെ വീണ് പോയി. ക്യാരിയിങ് വിത്ത് ഇറ്റ് ഹിസ് പെയർ ഓഫ് ന്യൂ ഗ്ലൗസ്. അതിൻ്റെ കൂടെ പേപ്പർ, അതിൻ്റെ കൂടെ തന്നെ ഗ്ലൗസും, പുതിയതായി വാങ്ങിയ ഗ്ലൗസും താഴെ വീണുപോയി. അദ്ദേഹം അതറിഞ്ഞില്ല, മുമ്പോട്ട് നടന്നുപോയി. 3 blocks ഹി വാക്ക്ഡ്, മിസ്ഡ് ദ ഗ്ലൗസ് ആൻഡ് ടേൺഡ് ബാക്ക് ഫ്യൂമിങ്. കുറച്ച് ദൂരം പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ഗ്ലൗസ് മിസ്സായിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് എടുക്കാനായിട്ട് ഫ്യൂമിങ്, ദേഷ്യപ്പെട്ടിട്ട് തിരിച്ചു വന്നു. ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഹി റീച്ച്ഡ് ദ കോർണർ. മാഡിസൺ കോർണറിൽ തിരിച്ചെത്തി അരമണിക്കൂർ കൊണ്ട്. വേർ ലേ ദ ഗ്ലൗസ് ആൻഡ് പേപ്പർ. അവിടെ ഗ്ലൗസും പേപ്പറും കിടക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഹി സ്ട്രേഞ്ച്ലി ഇഗ്നോർഡ് ദാറ്റ് വിച്ച് ഹി ഹാഡ് കം ടു സീക്ക്. എന്തിനാണോ വന്നത് അത് അദ്ദേഹത്തിന് ഇഗ്നോർ ചെയ്യേണ്ടി വന്നു, ഉപേക്ഷിക്കേണ്ടി വന്നു. ഹി വാസ് ഹോൾഡിങ് 2 little hands ആൻഡ് ലുക്കിംഗ് ഇൻ ടു 2 penitent brown eyes while his heart raced with joy. അപ്പോൾ അദ്ദേഹം അവിടെ എന്താ ചെയ്തത്? ആ പെൺകുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി വിചാരിച്ചത് ഇവനവിടെ അദ്ദേഹം അവൾ കൊടുത്തിരുന്ന ആ ക്ഷമാപണം കണ്ടിട്ട് വന്നതായിരിക്കും, വായിച്ചിട്ട് വന്നതായിരിക്കും എന്നുള്ളതാണ്. ഹി വാസ് ഹോൾഡിങ് 2 little hands ആൻഡ് ലുക്കിംഗ് ഇൻ ടു 2 penitent brown eyes. ക്ഷമാപണം ചോദിച്ചുകൊണ്ടുള്ള കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കൈ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പേപ്പർ എടുക്കാൻ വിട്ടുപോയി. വൈൽ ഹിസ് ഹാർട്ട് റേസ് വിത്ത് ജോയ്. സന്തോഷത്തോടെ നിറഞ്ഞു. ഡിയർ ജാക്ക്, ഷീ സെറ്റ്, ഐ ന്യൂ യു വുഡ് ബി ഹിയർ ഓൺ ടൈം. ജാക്ക്, എനിക്കറിയാമായിരുന്നു നീ ഇവിടെ കൃത്യസമയത്ത് എത്തുമെന്ന്. ഐ വണ്ടർ വാട്ട് ഷീ മീൻസ് ബൈ ദാറ്റ്. അവൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഹി വാസ് സെയിങ് ടു ഹിംസെൽഫ്. സ്വയം പറഞ്ഞു, ഓക്കെ ഓക്കെ എന്നുള്ളത് സ്വയം പറഞ്ഞു. എ ബിഗ് വിൻഡ്. പെട്ടെന്നൊരു കാറ്റ് വന്നു. പിക്ക്ഡ് അപ്പ് ദ പേപ്പർ ഫ്രം ദ സൈഡ് വാക്ക്. തൊട്ടടുത്ത് സൈഡിൽ കിടക്കുന്ന പേപ്പർ അത് പൊക്കിയെടുത്തു ആ കാറ്റ്. ഓപ്പൻഡ് ഇറ്റ് ഔട്ട്. അത് സ്പ്രെഡായി. ഷീറ്റ് മടങ്ങിക്കിടന്ന പേപ്പർ നിവർന്നു. ആൻഡ് സെൻഡ് ഇറ്റ് ഫ്ലൈയിങ് ഡൗൺ എ സൈഡ് സ്ട്രീറ്റ്. തൊട്ടടുത്ത സൈഡ് സ്ട്രീറ്റിലോട്ട് അത് പറന്നുപോയി. Up that street was driving on a spider wheel buggy pulled by a brown horse another young man who had returned to the heart-to-heart editor for a recipe to win his lady love. അപ്പോൾ അപ്പുറത്തൊരു കുതിരവണ്ടി അടുത്ത സ്ട്രീറ്റിലൂടെ വന്നുകൊണ്ടിരുന്നായിരുന്നു. ആ കുതിരവണ്ടിയിൽ ബ്രൗൺ ഹോഴ്സാണ്, ബ്രൗൺ നിറത്തിലുള്ള ഒരു കുതിരയാണ് വലിച്ചുകൊണ്ട് വന്നിരുന്നത്. അനദർ യങ് മാൻ, അതിനകത്ത് യാത്രക്കാരുണ്ടായിരുന്നു ഒരു യങ് മാൻ. ഹു ഹാഡ് റിട്ടേൺ ടു ദ ഹാർട്ട്-ടു-ഹാർട്ട് എഡിറ്റർ ഫോർ എ റിസൈപ്പ് ടു വിൻ ഹിസ് ലേഡി ലവ്. സ്വന്തം ലേഡി ലവിൻ്റെ ലവ് വിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പയ്യനാണ് അതിനകത്ത് കയറ്റുന്നത്. ആ പയ്യനായിരുന്നു ആ കുതിരവണ്ടിയിൽ വന്നുകൊണ്ടിരുന്നത്. ദ വിൻഡ് ഫ്ലാപ്ഡ് ദ ഫ്ലൈയിങ് ന്യൂസ് പേപ്പർ എഗെയിൻസ്റ്റ് ദ ഫേസ് ഓഫ് ദ ഹോഴ്സ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ പറന്നുപോയി. അങ്ങനെ ഈ കുതിരവണ്ടിയിൽ ആ കുതിരയുടെ മുഖത്ത് കവേർഡായി, മുഖത്ത് വന്നിരുന്നു. അപ്പോൾ എന്താ ചെയ്തു? കുതിരയുടെ കാഴ്ച മറഞ്ഞു പോയി മുമ്പോട്ടുള്ളത്. ദെൻ എ വാട്ടർ ഹൈഡ്രന്റ് പ്ലേഡ് ഇറ്റ്സ് പാർട്ട് ആൻഡ് ദ ബഗ്ഗി അപ്ടേൺഡ്. അപ്പോൾ എന്തായിരുന്നു? സൈഡ് ഉണ്ടായിരുന്ന വാട്ടർ ഹൈഡ്രൻ്റ്, വാട്ടർ പൈപ്പ്. അപ്പോൾ അത് അതിൻ്റെ റോള് പ്ലേ ചെയ്തു. എന്ന് പറഞ്ഞാൽ കുതിരവണ്ടി അതുമ്പിൽ വന്ന് ഇടിച്ചു കുതിര. ആൻഡ് ദ ബഗ്ഗി അപ്ടേൺഡ്. എന്ത് ചെയ്തു? തലകീഴായി മറിഞ്ഞു. വണ്ടി തലകീഴായി മറിഞ്ഞു. ദ ഡ്രൈവർ വാസ് ഫ്ലങ് ഓൺ ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ സർട്ടൺ ബ്രൗൺ സ്റ്റോൺ മാൻഷൻ. അപ്പോൾ അതിലുണ്ടായിരുന്ന യാത്രക്കാരൻ, ചെറുപ്പക്കാരൻ റോഡിൽ കമിഴ്ന്നടിച്ച് വീണു. ആ വീണത് എവിടെയായിരുന്നു? അത് ഇൻ ഫ്രണ്ട് ഓഫ് എ സർട്ടൺ ബ്രൗൺ സ്റ്റോൺ മാൻഷൻ, ഒരു ബംഗ്ലാവിൻ്റെ മുമ്പിലായിരുന്നു അവിടെ വീണ് കിടന്നത്. ദേ കെയിം ഔട്ട് ആൻഡ് ഹാഡ് ഹിം ഇൻസൈഡ് വെരി പ്രോംപ്റ്റ്ലി. അപ്പോൾ ബംഗ്ലാവിൽ താമസിക്കുന്ന ആൾക്കാർ പുറത്ത് വന്ന് അദ്ദേഹത്തിനെ ഉള്ളിലോട്ട് എടുത്തു കൊണ്ടുപോയി. ആൻഡ് ദർ വാസ് വൺ ഹൂ മെയ്ഡ് ഹേഴ്സെൽഫ് എ പില്ലോ ഫോർ ഹിസ് ഹെഡ്. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ. ആ പില്ലോ അവന് കൊടുത്ത് തല അതിന് മുകളിൽ കയറ്റി വെച്ച് അതിൻ്റെ ആൻഡ് ചെയ്യുക. അപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത്, ഇവനെ ഐഡൻറ്റിഫൈ ചെയ്ത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓ ഇറ്റ് വാസ് യു, അത് നീയായിരുന്നു അല്ലേ, ഇറ്റ് വാസ് യു ആൾ ദ ടൈം ബോബി. എന്താ നിനക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബോബി? ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ എന്താ നിനക്ക് എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നത്? കുഡിൻറ്റ് യു സീ ഇറ്റ്? നിനക്കത് കാണാൻ പറ്റിയില്ലേ അവിടെ പൈപ്പിലുള്ള കാര്യം? ആൻഡ് ഇഫ് യു ഡൈ വൈ സോ മസ്റ്റ് ഐ? അഥവാ നീ മരിച്ചു പോയത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പോലീസ്മാൻ ഓബ്രൈൻ അറസ്റ്റഡ് ദ പേപ്പർ ആസ് എ ക്യാരക്ടർ ഡേഞ്ചറസ് ടു ട്രാഫിക്. അവിടെ പോലീസ്മാൻ എത്തി, കാരണം ആക്സിഡൻറ്റ് വന്നതാണ്. അപ്പോൾ പോലീസ്മാൻ എന്ത് ചെയ്തു? വന്ന ഉടനെ ആക്ഷൻ എടുത്തു. ന്യൂസ് പേപ്പറാണ് അവിടെ ഡേഞ്ചറസ് ആയത്. ആ ന്യൂസ് പേപ്പറിനെ അറസ്റ്റ് ചെയ്തു. സ്ട്രെയിറ്റനിങ് ഹിസ് ഡിസ്ഹെവൽഡ് ലീവ്സ് വിത്ത് ഹിസ് ബിഗ് സ്ലോ ഫിംഗേഴ്സ് ഹി സ്റ്റുഡ് എ ഫ്യൂ ഫീറ്റ് ഫ്രം ദ ഫാമിലി എൻട്രൻസ് ഓഫ് ദ ഷാൻഡൻ ബെൽസ് കഫേ. അപ്പോൾ അത് കുറച്ച് മുമ്പോട്ട് നടന്ന് നോക്കുമ്പോൾ ഒരു കഫേയുടെ മുമ്പിലെത്തി അദ്ദേഹം. പേപ്പർ നിവർത്തി നോക്കി വായിക്കാൻ തുടങ്ങി. വൺ ഹെഡ്ലൈൻ
ഹി റെഡ് അലൗഡ്. ഉറച്ചുറക്കം അദ്ദേഹം വായിച്ചു ഹെഡ്ലൈൻ. എന്തായിരുന്നു അത്? ദ പേപ്പേഴ്സ് ടു ദ ഫ്രണ്ട് ഇൻ എ മൂവ് ടു ഹെൽപ്പ് ദ പോലീസ്. പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരോടുള്ള ഒരു ഒരു ഉപദേശം എന്ന രീതിയിലുള്ള ഒന്നായിരുന്നു ഹെഡ്ലൈൻസ് അതിനുണ്ടായിരുന്നത്. ഹി വാക്ക്ഡ് എവേ സ്റ്റാൾവാർട്ട്, റിഫ്രഷ്, ഫോർട്ടിഫൈഡ് ഹിസ് ഡ്യൂട്ടീസ്. അപ്പോൾ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി നടന്നുപോയി, അഭിമാനത്തോടുകൂടി ഡ്യൂട്ടിയിലോട്ട് നടന്നുപോയി. ഓക്കെ. Now, the policeman O'Brien folded the paper and poked it playfully under the arm of a small boy that was passing. അപ്പോൾ അങ്ങനെ പോലീസ്മാൻ ആ പോണ പോക്കിൽ എന്താ ചെയ്തത്? ആം ഓഫ് എ സ്മോൾ ബോയ് ദാറ്റ് വാസ് പാസിങ്. ആ പേപ്പർ പതുക്കെ മടക്കി തൊട്ടടുത്ത് കൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ആൺകുട്ടിയുടെ കൈയിൻ്റെ ഉള്ളിലോട്ട് തിരികെ വെച്ചു, കക്ഷത്തോട്ട് തിരികെ വെച്ചു. ദാറ്റ് ബോയ് വാസ് നെയ്മഡ് ജോണി. ആ കുട്ടിയുടെ പേര് ജോണി എന്നായിരുന്നു. ആൻഡ് ഹി ടുക്ക് ദ പേപ്പർ ഹോം വിത്ത് ഹിം. അവൻ്റെ വീട്ടിലോട്ട് ആ പേപ്പർ കൊണ്ടുപോയി. ഹിസ് സിസ്റ്റർ വാസ് നെയ്മഡ് ഗ്ലാഡിസ്. അവനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഗ്ലാഡിസ് എന്ന് പേരായിട്ടുള്ളത്. ആൻഡ് ഷീ ഹാഡ് റിട്ടൺ ടു ദ ബ്യൂട്ടി എഡിറ്റർ ഓഫ് ദ പേപ്പർ സീക്കിംഗ് ഫോർ സം ബ്യൂട്ടി ടിപ്സ്. കുറച്ച് ബ്യൂട്ടി ടിപ്സ് ചോദിച്ചും കൂടെ ആയിരുന്നു ഒരു അന്വേഷണം ആ കുട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറുപടി അവിടെ ആ പേപ്പറിൽ, അന്നത്തെ ദിവസം പേപ്പറിൽ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് വീക്സ് എഗോ. അങ്ങനെ ഒരു അന്വേഷണം ആ കുട്ടി നടത്തിയിട്ടുള്ള വീക്സ് എഗോ ആയിരുന്നു, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു. ആൻഡ് ഷീ ഹാഡ് സീസ് ടു ലുക്ക് ഫോർ ആൻ ആൻസർ. ഒരു ആൻസറൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു സമയം ആയിരുന്നില്ല അത്. ഗ്ലാഡിസ് വാസ് എ പെയിൽ ഗേൾ. ഒരു വിളർത്തൊരു കുട്ടിയായിരുന്നു ഗ്ലാഡിസ്. വിത്ത് എ ഡൾ ഐസ് ആൻഡ് ഡിസ്കണ്ടൻറ്റഡ് എക്സ്പ്രഷൻ. ഒരു തീരെ അട്രാക്റ്റഡ് അല്ലാത്തൊരു കുട്ടിയായിരുന്നു. അട്രാക്റ്റീവ് ഐസൊന്നും ആയിരുന്നില്ല, ഡൾ ഐസ് ആയിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഷീ വാസ് ഡ്രസ്സിങ് ടു ഗോ അപ്പ് ടു ദ ഹെയർ ഡ്രസ്സറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ബിനീത്ത് ഹെർ സ്കേർട്ട് ഷി പിൻഡ് 2 ലീവ്സ് ഓഫ് ദ പേപ്പർ ജോണി ഹാഡ് ബ്രോഡ്. ജോണി കൊണ്ടുവന്ന ആ പേപ്പറിൻ്റെ 2 ഷീറ്റ് എടുത്തിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടിയുടെ സ്കേർട്ടിൻ്റെ ഉള്ളിൽ പിൻ ചെയ്ത് വെച്ചു. വെൻ ഷീ വാക്ക്, ഇപ്പോൾ ആ കുട്ടി നടക്കുന്ന സമയത്ത് ദ റസ്ലിംഗ് സൗണ്ട്, ഒരു ശബ്ദം ഉണ്ടാവാൻ തുടങ്ങി. ഇറ്റ് വാസ് ആൻ എക്സാക്റ്റ് ഇമിറ്റേഷൻ ഓഫ് റിയൽ സിൽക്ക്. ഇപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത് എങ്ങനെയാണ്? ഒരു സിൽക്ക് ഡ്രസ്സ് ഇട്ട് നടക്കണം അതേമാതിരിയുള്ള ഒരു സൗണ്ട്, ഒരു റെസ്ലിംഗ് സൗണ്ട്, ഡ്രസ്സ് ഉരയുന്നൊരു ശബ്ദം ഉണ്ടായി ആ പേപ്പറോട് പിൻ ചെയ്തപ്പോൾ. ഓൺ ദ സ്ട്രീറ്റ് ഷീ മെറ്റ് ദ ബ്രൗൺ ഗേൾ. അപ്പോൾ സ്ട്രീറ്റിലെ ഒരു ബ്രൗൺ ഗേളിനെ ഫ്രം ദ ഫ്ലാറ്റ് ബിലോ ആൻഡ് സ്റ്റോപ്പ് ടു ടോക്ക്. താഴെ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രൗൺ ഗേളിനെ കണ്ടു, അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ദ ബ്രൗൺ ഗേൾ ടേൺഡ് ഗ്രീൻ. അപ്പോൾ ഈ കുട്ടിയുടെ നടത്തവും കുട്ടിയുടെ വരവും ഡ്രസ്സൊക്കെ കണ്ട സമയത്ത് ആ ബ്രൗൺ ഗേൾ ടേൺഡ് ഗ്രീൻ, കുറച്ച് പച്ചയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ ബ്രൗൺ ഗേളിന് ഈ കുട്ടിയോട് അസൂയ തോന്നി എന്നർത്ഥം. ഓൺലി സിൽക്ക് അറ്റ് റുപ്പീസ് അല്ലെങ്കിൽ $5 a yard could make the sound that she heard when Gladys moved. ഇത്രയും ചെറിയ പൈസയ്ക്ക് എന്നുള്ളത് അപ്പോൾ ആ കുട്ടിക്ക് അറിയില്ല അത്. പക്ഷേ കുട്ടി വിചാരിച്ച് റിയലായിട്ട് ഇത് സിൽക്ക് ഡ്രസ്സ് ഇട്ട് വരികയായിരുന്നു പറഞ്ഞിട്ടാണ് അസൂയ തോന്നിയത്. ദ ബ്രൗൺ ഗേൾ കൺസ്യൂംഡ് ബൈ ജലസി സെഡ് സംതിങ് സ്പൈറ്റ്ഫുൾ ആൻഡ് വെൻഡ് ഹെർ വേ. അസൂയയോടുകൂടി എന്തോ പറഞ്ഞ് അവളുടെ വഴിക്ക് പോയി. ഗ്ലാഡിസ് ഐസ് നൗ സ്പാർക്കിൾഡ് ലൈക്ക് ഡയമണ്ട്സ്. ആ കുട്ടിക്ക് ഇവളോട് അസൂയ തോന്നിയെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഗ്ലാഡിസിൻ്റെ മൂഡ് മൊത്തം മാറി. ഐസ് നൗ സ്പാർക്കിൾ ലൈക്ക് ഡയമണ്ട്സ്. ഇപ്പോൾ ഡയമണ്ട്സിനെ മാറി തിളങ്ങാൻ തുടങ്ങിയ കുട്ടിയുടെ, അതുവരെ വളരെ ഡള്ളായിട്ടുണ്ടായിരുന്ന ഐസ് ഇപ്രാവശ്യം ഈ സമയപ്പോൾ ആ കുട്ടിക്ക് വേറൊരു കുട്ടിക്ക് എന്നോട് അസൂയ തോന്നിയെന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി ഡയമണ്ട്സിനെ മാറി. എ റോസി ബ്ലൂം വിസിറ്റഡ് ഹെർ ചീക്സ്. കവിളുകൾ ചുമന്ന് തുടുത്തു. എ ട്രംപൻഡ് സബ്റ്റിൽ സ്മൈൽ ട്രാൻസ്ഫിഗേർഡ് ഹെർ ഫേസ്. ഷീ വാസ് ബ്യൂട്ടിഫുൾ. ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വന്നു. ഇപ്പോൾ ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയാണ്. The labor leader against whom the paper's editorial was written was the father of Gladys and Johnny. ആ ലേബർ ലീഡർ, സമരത്തിന് ആഹ്വാനം ചെയ്ത ലേബർ ലീഡർ ഈ ഗ്ലാഡിസിൻ്റെയും ജോണിയുടെയും ഫാദറായിരുന്നു. ഹി പിക്ക്ഡ് അപ്പ് ദ റിമെയിൻസ് ഓഫ് ദ ജേർണൽ വിച്ച് ഗ്ലാഡിസ് ഹാഡ് ലെഫ്റ്റ്. ഗ്ലാഡിസ് അവിടെ ബാക്കി വെച്ച, പിൻ ചെയ്തതിന് ശേഷം ബാക്കി വെച്ച പേപ്പർ അദ്ദേഹം എന്ത് ചെയ്തു? പേപ്പർ എടുത്ത് നോക്കി. ദ എഡിറ്റോറിയൽ ഡിഡ് നോട്ട് കം അണ്ടർ ഹിസ് ഐ. ആ എഡിറ്റോറിയൽ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടില്ല. ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് വാസ് ഗ്രീറ്റഡ് ബൈ വൺ ഓഫ് ദോസ് ഇൻജീനിയസ് ആൻഡ് സ്പീഷ്യസ് പസിൽ പ്രോബ്ലംസ്. അതിലകത്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പസിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ന്യൂസ് പേപ്പറിൽ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ടാണ് പോയത്. ദ ലേബർ ലീഡർ ടോർ ഓഫ് ഹാഫ് ഓഫ് ദ പേജ്, പ്രൊവൈഡഡ് ഹിംസെൽഫ് വിത്ത് ദ ടേബിൾ പെൻസിൽ ആൻഡ് പേപ്പർ ആൻഡ് ഗ്ലൂഡ് ഹിംസെൽഫ് ടു ഹിസ് പസിൽ. അപ്പോൾ എന്ത് ചെയ്തു? അത് പസിൽ കളിക്കാൻ വേണ്ടിയിരുന്നു. പെൻസിലൊക്കെ എടുത്ത് ടേബിളിൽ മുകളിൽ വെച്ച് പസിൽ കളിക്കാൻ വേണ്ടിയിരുന്നു അദ്ദേഹം. 3 hours ലേറ്റ്, അങ്ങനെ 3 മണിക്കൂർ കടന്നുപോയി. അദ്ദേഹം ആ പസിലിൽ ബിസി ആയിരുന്നു.
After waiting vainly for him at the appointed place, other more conservative leaders declared and ruled in favor of arbitration. സമരപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ അനുയായികളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടില്ല എന്ന് കണ്ടപ്പോൾ കുറേ നേരം അവർ വെയിറ്റ് ചെയ്തു. അവരെന്ത് ചെയ്തു? സമരം ഉപേക്ഷിച്ച് നടന്നുപോയി. ദ സ്ട്രൈക്ക് വാസ് അവേർട്ടഡ്. അങ്ങനെ സമരം ഉപേക്ഷിക്കപ്പെട്ടു, മാറ്റപ്പെട്ടു. Subsequent editions of the paper refer to its successful campaign against the labor leaders' intended designs. അപ്പോൾ അങ്ങനൊരു ഉപകാരം ഉണ്ടായി ഈ ന്യൂസ് പേപ്പർ കൊണ്ട്. When Johnny returned from school, he sought a secluded spot and removed the missing columns from the inside of his clothing, where they had been artfully placed. ജോണി സ്കൂളിൽ നിന്നും വൈകുന്നേരം തിരിച്ചു വന്നു. അവൻ എന്ത് ചെയ്തു? വീടിൻ്റെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി റിമൂവ്ഡ് ദ മിസ്സിംഗ് കോളംസ് ഫ്രം ദ ഇൻസൈഡ് ഓഫ് ഹിസ് ക്ലോത്തിങ്. കുറച്ച് പേപ്പർ അവൻ്റെ ഡ്രസ്സിനുള്ളിൽ നിന്നും പുറത്തെടുത്തു. വേർ ദേ ഹാഡ് ബീൻ ആർട്ട്ഫുള്ളി പ്ലേസ്. വളരെ ഭംഗിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ. ഹിസ് പർപ്പസ് വാസ് ടു ഡിഫെൻഡ് സച്ച് ഏരിയാസ് ആസ് ആർ ജനറലി അറ്റാക്ക്ഡ് ഡ്യൂറിങ് സ്കോളസ്റ്റിക് പണിഷ്മെൻറ്റ്സ്. അപ്പോൾ സ്കൂളിൽ നിന്നും അവന് സ്ഥിരമായിട്ട് പണിഷ്മെൻറ്റ് കിട്ടുമായിരുന്നു. ടീച്ചർമാരെ തല്ല് കിട്ടുമായിരുന്നു. അപ്പോൾ ആ തല്ല് കിട്ടുന്ന ഏരിയയിലാണ് ഡ്രസ്സിൻ്റെ ഉള്ളിൽ അവൻ ആ പേപ്പർ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ജോണി അറ്റൻഡഡ് എ പ്രൈവറ്റ് സ്കൂൾ ആൻഡ് ഹാഡ് ട്രബിൾ വിത്ത് ഹിസ് ടീച്ചറായിട്ട് എപ്പോഴും അടക്കമായിരുന്നു. അതുകൊണ്ട് അടിയും കിട്ടുമായിരുന്നു. As has been said, there was an excellent editorial against corporal punishment in that morning issue, and no doubt it had its effect. ആ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന ഈ കോർപ്പറൽ പണിഷ്മെൻറ്റിന്, കുട്ടികളെ പണിഷ്മെൻറ്റ് നടത്തുന്നതിനെതിരായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. അതേ ന്യൂസ് പേപ്പർ ആയിരുന്നു അത്. അങ്ങനെ ആ പർപ്പസ് ഒരു ഡൗട്ടും ഉണ്ടായില്ല. അത് റിയലായിട്ട് അത് പ്ലേ ചെയ്തു എന്നർത്ഥം. അത് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് വേയിലായിരുന്നു എന്നർത്ഥം. ആഫ്റ്റർ ദിസ്, ക്യാൻ എനി വൺ ഡൗട്ട് ദ പവർ ഓഫ് ദ പ്രസ്? ഇത്രയൊക്കെ കേട്ടതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ പവർ ഓഫ് പ്രസ്സിൻ്റെ പവറിനെ പറ്റി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പവറിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടോ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുകയാണ്. അബ്രഡ്ജഡ് ആൻഡ് അഡാപ്റ്റഡ്. അബ്രഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് ചുരുക്കമുണ്ട്. അഡാപ്റ്റഡ് കാലാനുസൃതമായ ചില മാറ്റങ്ങളും അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. നൗ ടുഡേയ്സ് ടാസ്ക് ഫോർ ദ ഡേ. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ടു ഫ്യൂം ഈസ് ടു ബിക്കം ആംഗ്രി ഓർ മാഡ്. ഫ്യൂം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക, അല്ലെങ്കിൽ ചെറുതായി ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ അർത്ഥം വരും. വൈ ഡിഡ് ദ മാൻ ഫ്യൂം? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഫ്യൂം ആവാൻ കാരണം? സെക്കൻഡ് വൺ, ദ പോലീസ് മാൻ വാണ്ടഡ് ടു അറസ്റ്റ് ദ ന്യൂസ് പേപ്പർ ബിക്കോസ്. അറസ്റ്റ് ചെയ്യാൻ എന്താണ് കാരണം? തേർഡ് വൺ, ഹൗ ഡിഡ് ഗ്ലാഡിസ് ബിക്കം ബ്യൂട്ടിഫുൾ? എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയത് ഗ്ലാഡിസ്? ഫോർത്ത് വൺ, ഹൗ ഡിഡ് ജോണി ഫൈൻഡ് ദ ന്യൂസ് പേപ്പർ യൂസ്ഫുൾ? ജോണിക്ക് അത് എങ്ങനെ ഉപകാരപ്പെട്ടു ന്യൂസ് പേപ്പർ? 4 ക്വസ്റ്റ്യൻ ആൻസർ. വാട്ട് യു ഹാവ് ടു ഡു ഈസ് fill up this through Google form that link I will be sharing with you. Okay, questions will be there 1 2 3 4 and type in that there. Okay, and send it to me. Okay, ഇന്നത്തെ ക്ലാസ് ഇത്ര ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ, then